الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു തഖ്വ ഉള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവനെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തും നിഅമത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യമാണ് സ്വർഗവും നരകവും. നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ ചില സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരമായി കേട്ടുവരുന്ന മദ്രസയിലും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ നമുക്ക് അതിന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ അവർക്കറിയാവുന്ന വിധത്തിലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ കേൾക്കുന്ന ഒന്നാണ്
സ്വർഗവും നരകവും എന്ന് പറയും. ആ സ്വർഗം അനുഭൂതികൾ നിറഞ്ഞതും എല്ലാവരും കൊതിക്കുന്നതുമായ ഒന്നാണ്. എങ്കിൽ നരകം എന്ന് പറയുന്നത് എല്ലാവരും ഭയപ്പെടുന്നതുമാണ്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, മനസ്സാലെ ആഗ്രഹിക്കും. ആ സ്വർഗത്തിൽ ഒന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര മാത്രം വലിയ അനുഗ്രഹമായിരുന്നു അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. നമ്മൾ മനസ്സിലാക്കി, കാര്യങ്ങൾ കുറേ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണം. അതിനുള്ള അധ്വാനങ്ങളാണ്, അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മളൊക്കെ കർമ്മ നിരതരായിട്ടുള്ളത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയും വേണം. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ ഒക്കെ അപ്പുറത്താണ് സ്വർഗവും അതേപോലെ തന്നെ നരകവും. സ്വർഗത്തെക്കുറിച്ച് വിവരിക്കാൻ വാക്കുകളില്ല. ഒരാൾക്കും അതിനെ സ്വർഗം എന്താണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്നതാണ് സ്വർഗം എന്ന് പറയാൻ പറ്റുകയില്ല. വിവരണാതീതമാണ്, വാക്കുകൾക്കതീതമാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, പറഞ്ഞു തരുന്ന, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ്. ആ ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അഅദദതു ലിഇബാദി സ്വാലിഹീന മാ ലാ ഐനു റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ ഫഖറഊ ഇൻ ശിഅ്തും فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? അഅദദതു, അല്ലാഹു പറഞ്ഞിരിക്കുന്നതായിട്ട് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അഅദദതു ലിഇബാദി സ്വാലിഹീന, എൻ്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾക്ക് ഞാനിതാ ഒരുക്കി വച്ചിരിക്കുന്നു. മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമിഅത്, ഒരു ചെവിയും ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതും, ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതും, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലും ഉരുത്തിരിയാത്തതുമായ, വിഭാവനം ചെയ്യാൻ പറ്റാത്തതുമായ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ ഭാവനയിൽ സങ്കല്പിക്കാൻ, അതെന്താണ് എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹീങ്ങളായ, അവന്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങൾ ഇൻശിഅ്തും ഫഖറഊ ഇൻശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തോളിൻ. എന്താണ് പറഞ്ഞത്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. കൺ കുളിർപ്പിക്കുന്ന സൂറത്തു സജദയിലുള്ളതാണ്. നമ്മളിന്ന് സുബൈ നമസ്കാരത്തിൽ ഇമാം ഓതും, അത് പ്രത്യേകമായ സുന്നത്ത് ഉള്ള കാര്യമാണ്. അതേപോലെ പല കാണാതെ പഠിച്ചവരും ഒക്കെയാണ്, നമ്മൾ അറിയാവുന്നവരുമാണ്. ആ അധ്യായത്തിൽ പറയുന്നു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. കൺ കുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഒരാൾക്കും അറിയുകയില്ല. ഫലാ തഅലമു നഫ്സും, ഒരു നഫ്സിനും അറിയുകയില്ല. അല്ലാഹ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്.
അള്ളാഹു രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അത് കാണാമറയത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് ആ സ്വർഗം. നമുക്കത് കാണിച്ചു തന്നിട്ടില്ല. അത് കാണണമെങ്കിൽ നമ്മൾ ചെല്ലണം. അതിനാണല്ലോ നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇത് മറ്റവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കണ്ണുകൊണ്ട് കണ്ടാലേ അവർ വിശ്വസിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ടല്ലോ, എല്ലാം കണ്ണുകൊണ്ട് കാണണം എന്നാലേ അവർ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് തന്നെ ഈ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ദുനിയാവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? ആണോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ഭൂമിയിലേക്ക് നാം പിറന്നു വീഴുമ്പോൾ ഇവിടെയുള്ള ഈ കാണുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്, ഇവിടെ വന്നിട്ട് കണ്ടതാണ്. നേരത്തെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവും വിവരമൊന്നുമില്ല. ഇങ്ങനെ ഒരു ലോകം നമ്മൾ ഇവിടെ വന്ന് പതിയെ പതിയെ ആ കുട്ടിക്കാലം അങ്ങനെ വളർന്ന് വന്ന് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു പ്രായം ഒക്കെ ആകുമ്പോൾ ആണ് ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണയെങ്കിലും നമുക്ക് കിട്ടുന്നത്. അവിടെ എന്തെല്ലാം, ഈ ലോകത്ത് എന്തെല്ലാം കൊണ്ടാണ് ഈ ലോകത്തെ അള്ളാഹു നിറച്ചു വച്ചിരിക്കുന്നത്, അലങ്കരിച്ചു വച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ! സൂര്യൻ, ചന്ദ്രൻ, കോടാനുകോടി നക്ഷത്രങ്ങൾ, സമുദ്രങ്ങൾ, എന്തെല്ലാം മരങ്ങൾ, മലകൾ, പർവ്വതങ്ങൾ, അതേപോലെ ഫലങ്ങൾ, നമുക്ക് തിന്നാനും കുടിക്കാനും എല്ലാം വേണ്ടി ഇവിടെയുള്ള ജന്തുജാലങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കണ്ണിനെ കാണിപ്പിക്കുകയാണ്. അല്ലാഹ് ഈ കണ്ടത് യാഥാർത്ഥ്യമാണ് എങ്കിൽ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, സത്യമാണ് എങ്കിൽ എന്തുകൊണ്ട് ഒരു സ്വർഗത്തിൽ വിശ്വസിച്ചുകൂടാ? അതേപോലെ മനുഷ്യന്റെ ഒരു ആഗ്രഹം തന്നെയാണത്. എത്രയൊക്കെ നിരീശ്വരവാദിയും നിർമ്മിതവാദിയും ഒക്കെ ആണെന്ന് പറഞ്ഞാലും ശരി, അവന്റെ മനസ്സിലുമുണ്ട് അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്ന്, കൊള്ളാമായിരുന്നു. ഇത് മനുഷ്യബുദ്ധിയുടെ തേട്ടമാണ്. നമ്മൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ എന്താ നമുക്ക് മറുപടി? കുറച്ചാൾ ജീവിക്കണം, മരിച്ചു പോകണം, ഇതാണോ മറുപടി? അല്ല. ജീവിതത്തിന് കൃത്യമായ അർത്ഥവും ലക്ഷ്യവും ഉണ്ട്. ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് എന്തിനാ? വെറുതെ പഠിക്കാൻ വേണ്ടിയാണോ? അല്ല. അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഒരു ജോലി നേടലാണ് അവന്റെ ലക്ഷ്യം. കൃഷി ചെയ്യുന്നത് എന്തിനാ? വെറുതെ കൃഷി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ല. ആ കൃഷി ചെയ്ത് അതിൽ നിന്നും വിളവ് ലഭിക്കണം, അതിലൂടെ ഒരു വരുമാന മാർഗം കണ്ടെത്തണം. അത് ആളുകൾക്ക് പിന്നെ കച്ചവടവും മറ്റു കാര്യവുമായിട്ടൊക്കെ പോണം. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, പഠിക്കുന്നതിലും അതേപോലെ എന്തിനും. അപ്പോൾ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ എന്ന് പറയാൻ പറ്റുമോ? അല്ല. കൃത്യമായിട്ട് അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ഇത് ശാശ്വതമല്ല, നിങ്ങൾക്ക് വരാനുള്ള ഒരു ജീവിതമുണ്ട്. അത് പിന്നെ എല്ലാവരും മനുഷ്യ ബുദ്ധി ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, ജന്മനാ കണ്ണ് കാണാത്തവർ എത്രയോ ആളുകൾ, കയ്യും കാലും സ്വാധീനം നഷ്ടപ്പെട്ടവർ, കയ്യും കാലും ഇല്ലാത്തവർ നമ്മൾ ഇവിടെ ജീവിക്കുന്നില്ലേ? അതേപോലെ തന്നെ എന്തെല്ലാം പിന്നെ രോഗം കൊണ്ട് വിട്ടുമാറാത്ത എത്രയോ രോഗത്തോടുകൂടി, ആ രോഗത്തോടുകൂടി തന്നെ മരണപ്പെട്ടു പോകുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആ പ്രയാസം അനുഭവിക്കേണ്ടവർ തന്നെയാണോ? അവർക്കൊരു ജീവിതം വേണ്ടേ? അവരങ്ങനെ ഒടുങ്ങേണ്ടവരാണോ? അതേപോലെ കുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർ, മനുഷ്യരെ കൊല്ലുന്നവർ, അവരെ ശിക്ഷിക്കപ്പെടേണ്ടേ? അവര് വലിയ ജീവിതത്തിൽ സുഖത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്, അവരെ തൊടാൻ ആരുമില്ല. നമുക്കറിയാമല്ലോ, ഈ ലോക രാജ്യങ്ങൾ പലസ്തീനികളെ കൊന്നു തള്ളുകയാണ്. അങ്ങ് കൊന്നു തള്ളുകയാണ്. എത്ര ദിവസവും മരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ എല്ലാവരും മരിക്കുന്നു.
അവർക്ക് നീതി വേണ്ടേ? ആ മരണപ്പെട്ടു പോയവർക്ക് നീതി വേണ്ടേ? ഈ ചെയ്യുന്നവരെ പിടിക്കപ്പെടണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു നീതിയുടെ ലോകം ഉണ്ടായേ മതിയാവും. അതിനാണ് ഈ പരലോകം എന്ന് പറയുന്നതും സ്വർഗവും നരകവും അള്ളാഹു ഏർപ്പെടുത്തി വെച്ചത്. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നു. സ്വർഗത്തിന്റെ ആ വർണ്ണനകൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ, അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വിശദീകരിച്ചു തരികയാണ് സ്വർഗം എന്താണ് എന്ന്. ധാരാളം ആയത്തുകൾ. സ്വർഗത്തിന്റെ പേരുകൾ തന്നെ പല വിധത്തിലുണ്ട്. ദാറുൽ സലാം, ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് എന്ന്. ദാറുൽ ഖുൽദ്, സ്ഥിരവാസത്തിന്റെ ഭവനം. ഈ ഭൂമി നമുക്ക് സ്ഥിരവാസമല്ലല്ലോ. ഈ ഭൂമി സ്ഥിരവാസമല്ല. ഈ ദാറു സലാമുമല്ല. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നത് ദാറുസ്സലാം, അത് സമാധാനത്തിന്റെ ഭവനമാണ്. ദാറുൽ ഖുൽദ്, അത് സ്ഥിരവാസത്തിന്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ജന്നാത്തു അദിൻ, ജന്നാത്തു അദിൻ, അങ്ങനെ അൽ ഫിർദൗസ്, ഇങ്ങനെ സ്വർഗത്തിലെ നിരവധി പേരുകൾ. അതിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെയും കൊണ്ട് വ്യത്യസ്തമാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗത്തെക്കുറിച്ച് അവിടെയുള്ള അനുഗ്രഹങ്ങൾ, എത്ര അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഖുർആൻ വിവരിക്കുന്നത്. നിങ്ങൾ ഖുർആൻ എടുത്ത് പേജ് മറിച്ചൊന്ന് ഓതി നോക്കുക. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഖുർആൻ നമുക്ക് ഓതിത്തരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുനി വഅൻതും ഫീഹാ ഖാലിദൂൻ. സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു പറയുകയാണ്, വഫീഹാ, അവിടെ ഉണ്ട്, മാ തശ്തഹീഹിൽ അൻഫുസ്, നിങ്ങളുടെ നഫ്സ് കൊതിക്കുന്നതെല്ലാം അവിടെ കിട്ടും, അവിടെ ഉണ്ട്. നിങ്ങളുടെ നഫ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവിടെ ലഭിക്കും. അതൊരു പ്രത്യേകതയാണ്, സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടത്തെ പ്രത്യേകത എന്താണ്? കുറെ ആഗ്രഹങ്ങളുണ്ട്. അത് നമുക്ക് സാധിച്ചു കൊള്ളണമെന്നുണ്ടോ? മരണത്തിന് മുമ്പ് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? എല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണുള്ളത്. പക്ഷെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാളുടെ ആഗ്രഹം ഒരു വീടുണ്ടാവുക, ഒരു വീട് തനിക്കുണ്ടാവുക, അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം. പക്ഷെ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെ അയാൾ ഗൾഫിൽ പോകുന്നു, അവിടെ നിന്ന് കുറേശ്ശെ നാട്ടിലേക്ക് പണം അയച്ചു. അങ്ങനെ പണം അയച്ചു, വീടൊക്കെ പണിയൊക്കെ പൂർത്തിയായി, ഇനി താമസിക്കണം, അതിനൊരു ദിവസം നിശ്ചയിച്ചു. അങ്ങനെ ആ ആഗ്രഹത്താൽ അയാൾ അവിടെ നിന്ന് വിമാനം കയറുകയാണ്. അങ്ങനെ വിമാനം കയറി നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴി അയാൾ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു. എത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ! ആ സഹോദരന്റെ ആഗ്രഹം സാധിച്ചുവോ? എവിടെയാ സാധിക്കുക? എങ്ങനെയാണ് ആ സഹോദരന്റെ ആഗ്രഹം സാധിക്കുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഖുതുബയിലൊക്കെ, കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട കൂട്ടത്തിൽ ചില ആളുകളുടെയൊക്കെ ആ അവസ്ഥകൾ, അതിൽ കൂട്ടത്തിൽ ഒരാൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഗൾഫിലേക്ക് പോയി ആദ്യത്തെ ശമ്പളം നാട്ടിലേക്ക് അയച്ചതേ ഉള്ളൂ. നോക്കുക, എത്രയോ സ്വപ്നങ്ങൾ. ആ മാതാപിതാക്കൾ എത്രയോ സങ്കടത്തിലായിരിക്കും അവരൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണ്ടേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എന്നും തീരാ നഷ്ടമായിട്ട് ജീവിച്ച് മരണപ്പെട്ടു പോകുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
വഫീഹാ മാ തഷ്തഹിൽ അൻഫുസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ കിട്ടും. എന്താണോ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവിടെ കിട്ടും. കണ്ണിന് ആനന്ദം നൽകുന്നതും എല്ലാം അവിടെ ഉണ്ടാകും. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അവിടെ സ്ഥിരവാസികളായിരിക്കും. അതും ഖുർആൻ പറയുന്ന ഒരു പ്രത്യേകത എടുത്തു പറയുന്നത് ഖാലിദൂൻ, നിങ്ങൾ അവിടെ സ്ഥിരവാസികളായിരിക്കും. സ്വർഗത്തിൽ സ്ഥിരവാസികളായിരിക്കും. പിന്നെ അവിടുന്ന് ഒരു മാറ്റമില്ല, അവിടുന്ന് പിന്നെ മാറിപ്പോകേണ്ട കാര്യമില്ല, ഒരു മരണമില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറയുകയാണ് വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും. ഇതേപോലെ തന്നെ നിങ്ങൾ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇച്ഛകൾ അനുസരിച്ച് എല്ലാം അവിടെ നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതും അവിടെ കിട്ടും. നിങ്ങൾ എന്താണോ സ്വർഗത്തിൽ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. എല്ലാത്തിനും സംവിധാനമുണ്ട് അവിടെ. ഇതങ്ങ് അടിയുറച്ച് വിശ്വസിക്കണം നമ്മൾ. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. വിശ്വാസി എന്ന് പറയുന്നത്, മോമിൻ എന്ന് പറയുന്നത് ഗൈബിൽ വിശ്വസിക്കണം, അദൃശ്യ കാര്യത്തിൽ വിശ്വസിക്കുന്നവനാണ് മോമിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവൻ അദൃശ്യത്തിൽ വിശ്വസിക്കണം, കാണാത്തതിൽ വിശ്വസിക്കണം. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗവും നരകവും എല്ലാം ഹക്കാണ്, സത്യമാണ്. ഉറച്ചു വിശ്വസിക്കണം. എങ്ങനെ ഉറച്ചു വിശ്വസിക്കണം? നമ്മൾ ഇവിടെ ജീവിക്കുന്നത് സത്യമാണെങ്കിൽ, ഇവിടെ ജീവിക്കുന്നതും ഈ ദുനിയാവും ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ ആകാശവും എല്ലാം സത്യമാണെങ്കിൽ അതേ സൃഷ്ടാവ് തന്നെയാ പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്ന്. അതേ അള്ളാഹു തന്നെയാ പറയുന്നത്. ഈ ലോകം പടച്ച റബ്ബാണ് പറയുന്നത് നിങ്ങൾക്കിതാ ഒരു സുഖവാസത്തിന്റെ ഒരു കേന്ദ്രം നാം പണിത് വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വാസികളെ വിളിച്ചുണർത്തുകയാണ് അല്ലാഹു. ആവർത്തിച്ചു പറയുകയാണ്, നിങ്ങൾ കൊതിക്കുന്നതെല്ലാം അവിടെയുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണ്യവനും പൊറുക്കുന്നവനുമായ അള്ളാഹുവിൽ നിന്നുള്ള സൽക്കാരമാണ്. സ്വർഗത്തിൽ പോവാൻ അത് നേടുക എന്നുള്ളത് വലിയൊരു പാട് തന്നെയാണ്. വലിയ പ്രയാസം സഹിക്കണം, ഒരുപാട് ത്യാഗം സഹിക്കണം. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ് എന്ന് പറയുന്ന ഒരുപാട് ത്യാഗം സഹിക്കണം. മുൻഗാമികൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് ആ സ്വർഗത്തിന് അർഹരായത്. എങ്കിൽ സഹോദരങ്ങളെ, നമുക്കും ആ സ്വർഗം നേടണമെങ്കിൽ വെറുതെ വെച്ച് നീട്ടി നമ്മളെ സ്വീകരിക്കുകയില്ല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. സ്വർഗത്തിൽ അങ്ങ് വേഗം അങ്ങോട്ട് കയറി പറ്റാം, കയറി കൂടാമെന്ന് അങ്ങനെ ആരും കരുതണ്ട. നമ്മളിപ്പോ ഈ ക്യൂലൊക്കെ നിൽക്കുമല്ലോ, ചില ക്യൂലൊക്കെ നിൽക്കുമ്പം വലിയ ക്യൂ ആയിരിക്കും. നമ്മൾ ഒന്ന് കണ്ണുവെട്ടിച്ചൊന്ന് കയറി നിൽക്കാനൊക്കെ നോക്കുമല്ലോ, അവിടെ നടക്കൂല. സ്വർഗത്തിന്റെ കാര്യത്തിൽ അതിന് സമ്മതിക്കുകയില്ല. ഒരുപാട് പരിശ്രമങ്ങൾ ആ കാര്യത്തിൽ വേണം. ഇത് അള്ളാഹുവിന്റെ സൽക്കാരമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സ്വർഗ്ഗത്തെക്കുറിച്ച്, വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. കൂട്ടം കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഓരോ സംഘമായിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഓരോ സംഘത്തെ ആണ് അങ്ങനെ വിടുന്നത്, സംഘമായിട്ട്, സുമറ, കൂട്ടം കൂട്ടമായിട്ട്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവർ അവിടെ എത്തുമ്പോൾ അതിന്റെ കവാടം, ആ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെക്കപ്പെട്ടതായിരിക്കും. ഈ സംഘം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ കവാടം, ആ കവാടമൊക്കെ അറിയണം ഹദീസ് പറയുന്നത്.
വലിയ വിശാലമാണ് എന്ന്. ആ കവാടം, സ്വർഗത്തിന്റെ കവാടം വലിയ വിശാലമാണ്. ഓരോ പ്രദേശം കണക്കാക്കിയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത്ര ദൂരം ആണ് അതിനെക്കുറിച്ച് അറിയിക്കുന്നത്. ഓരോ കവാടം, അങ്ങനെ സ്വർഗത്തിന് 8 കവാടമുണ്ട്. 8 കവാടം. ആ 8 കവാടത്തിലൂടെയും പ്രവേശിക്കുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകം പ്രവേശനം ലഭിക്കുന്നവരുമുണ്ട്, അല്ലേ? റയ്യാൻ എന്ന കവാടത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അതേപോലെ പിന്നെ ബാബു സ്വലാത്തുണ്ട്, ബാബു സക്കാത്തുണ്ട്, ബാബു ഓരോ വാതിലുകളും. അതൊക്കെ സ്വർഗത്തിന്റെ ആ അനുഗ്രഹങ്ങൾ, ആ വിശാലത കുറിക്കുന്ന, മനസ്സിലാക്കി തരുന്ന ഓരോ സംഘങ്ങളായിട്ടാണ് അതിൽ പ്രവേശിക്കപ്പെടുക. അത് തുറന്നു വെക്കപ്പെട്ടിരിക്കും. വഖാല ലഹും ഖസനതുഹാ, അതിലെ പാറാവുകാർ അവരോട് പറയും സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, സ്വാഗതമോതും. അതിലെ പാറാവുകാർ നമ്മളെ സ്വാഗതം ചെയ്യാൻ അവിടെ നിൽപ്പുണ്ടാവും. അവർ സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾ സംശുദ്ധരായിരിക്കുന്നു, നിങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കുന്നു. ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ശാശ്വതന്മാരായി പ്രവേശിച്ചുകൊള്ളുവീൻ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവീൻ എന്ന് അവരോട് ആ മലക്കുകൾ അഭിവാദ്യം ചെയ്യുക. സഹോദരങ്ങളെ, ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ സ്വർഗത്തിനു വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യണം. സ്വർഗം എന്ന് പറയുന്നത് ശാശ്വതവും സ്വർഗവാസികൾ എന്നെന്നും അതിൽ വസിക്കുന്നവരുമായിരിക്കും. അവിടെ രോഗമോ വാർദ്ധക്യമോ ബാധിക്കാത്ത, മരണമില്ലാത്ത, ശാശ്വതമായ സുഖാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, അനുഭവിക്കുന്നവരായിരിക്കും സ്വർഗവാസികൾ എന്ന് പറയുന്നത്. മരണമില്ല. ഇവിടെയോ കയ്യിൽ കൊണ്ട് നടക്കുക, നമ്മുടെ ജീവനെ, അല്ലേ? കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. എന്തെങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു അസ്വസ്ഥരാകുകയാണ്. എന്താ, പോകാൻ നേരമായോ, സമയമായോ, മരിക്കാൻ പോവുകയാണോ എന്നൊക്കെ ഒരു സംശയമാണ്. അതാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഭയക്കുന്നത്, പേടിക്കുന്നതൊക്കെ അതാണല്ലോ. വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധ എന്താണ്? നമ്മൾ മരിച്ചു പോകരുത്. ആക്സിഡന്റിൽ ഏറ്റവും വലിയ ഭയം മരണത്തെയാണ് നമ്മൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്ത് മരണത്തെ മാറ്റി നിർത്തി, ഒഴിവാക്കി, അറുക്കുമെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ട്. മരണത്തെ കൊണ്ടുവന്നിട്ട് അറുത്തു കളയും. എന്നിട്ട് വിളിച്ചു പറയും, ദാ ഇനി നിങ്ങൾക്ക് മരണമില്ല. ഖുർആൻ പറയുകയാണ്, ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ വവഖാഹും അദാബൽ ജഹീം. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ, ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വരികയില്ല. ആദ്യത്തെ മരണം ഈ മരണം, ദുനിയാവിലെ മരണം. അത് കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. ആ ആളുകൾക്ക് പിന്നെ മരണമില്ല. നരകത്തെക്കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെയും മരണവും ഇല്ല, ജീവിതവും ഇല്ല. ഇവിടെ ജീവിതമുണ്ട്. നരകത്തിലോ സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതവും ഇല്ല, മരണവും ഇല്ല, പോയി. അല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വരികയില്ല. അള്ളാഹു അവരെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ്. ആളുകളെ അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഇദാ ദഖല അഹ്ലുൽ ജന്നതി യുനാദി മുനാദിൻ, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, ഇന്നലക്കും അൻ തഹ്യു വലാ തമൂതു അബദ, നിങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, വലാ തമൂതു അബദ, നിങ്ങൾ ഇനി ഒരിക്കലും മരിക്കുകയില്ല. വിളിച്ചു പറയുകയാണ്. ഒന്നാമത്തെ കാര്യം.
വഅൻ തഹ്യൂ വലാ തമൂതു അബദാ, നിങ്ങൾ എന്നും എന്നും ജീവിച്ചിരിക്കുന്നവരാണ്, ഇനി മരിക്കുകയില്ല. വഇന്ന ലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങൾ എന്നും എന്നും ആരോഗ്യമുള്ളവരായിരിക്കും, ഇനി നിങ്ങളെ രോഗം ബാധിക്കുകയില്ല. ഇവിടെ എന്തെല്ലാം പ്രയാസങ്ങളാണ് അല്ലേ, എന്തെല്ലാം വിഷമങ്ങളാണ്. എത്ര എത്ര ആളുകളാണ് രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ. എത്ര എത്ര ചികിത്സകൾ, വലിയ ബാധ്യതകളുള്ള ചികിത്സകൾ ഒക്കെ, ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ, എത്ര എത്ര ആളുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. പക്ഷേ അള്ളാഹു പറയാണ്, ഇനി നീ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? ഇനി നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾ എന്നും എന്നും അബദൻ, എന്നും എന്നും നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും സ്വർഗത്തിൽ. അതാണ് സ്വർഗം. പിന്നെയും പറയുന്നു, എന്താണ്? വഇന്നലക്കും അൻ തശബ്ബു ഫലാ തഹ്റമു, നിങ്ങൾ യുവാക്കളായിരിക്കും, നിങ്ങൾ ഒരിക്കലും വാർദ്ധക്യമുള്ളവരായിരിക്കുകയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ? നമ്മൾ ആരാണ് യുവത്വത്തെ ആഗ്രഹിക്കാത്തത്? യുവത്വം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ജീവിതത്തിന്റെ നട്ടുച്ച എന്നാണ് യുവത്വത്തെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നത്. നട്ടുച്ച, ആ സൂര്യൻ അങ്ങ് ആ ഏറ്റവും നല്ല ആ വെട്ടിത്തിളങ്ങുന്ന ആ നേരമുണ്ടല്ലോ, അതാണ് യുവത്വം എന്ന് പറയും. ആ യുവത്വത്തിലായിരിക്കും എന്നുമെന്നും അവിടെ വാർദ്ധക്യമില്ല. ഹദീസിൽ പറയുന്നത് ഏതാണ്ട് 30 വയസ്സ് അല്ലെങ്കിൽ 33 വയസ്സ്, ഇതിനപ്പുറം അവന്റെ വയസ്സില്ല. നമ്മൾ ഇവിടത്തെ വയസ്സും ഇവിടത്തെ കാര്യവും ആയിട്ടൊന്നും നമ്മൾ ചുരുങ്ങി പോകരുത്. സ്വർഗം ഒന്നും വേറെ തന്നെയാണ്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും എല്ലാം വേറെ വേറെയാണ്. സ്വർഗത്തില് പാലിനെ കുറിച്ച് പറയുന്നു, തേനിനെ കുറിച്ച് പറയുന്നു, മദ്യത്തെ കുറിച്ച് പറയുന്നു. ഇവിടെയുള്ള മദ്യമാണോ? ഇവിടെയുള്ള പാലാണോ? ഇവിടെയുള്ള തേനാണോ? അല്ല, അതൊക്കെ ഒരു പ്രയോഗം മാത്രം. ദുനിയാവിലെ പേരുകൾ മാത്രമേ അതിന് നൽകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് വേറെ തന്നെയായിരിക്കും. ഒന്നും നമ്മൾ ഈ പറയുന്ന നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം. അതാണ് സഹോദരങ്ങളെ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ വാർദ്ധക്യം ഉണ്ടാവുകയില്ല. ഈ വാർദ്ധക്യത്തെ യുവത്വത്തെ പിടിച്ചു നിർത്താൻ എന്തൊക്കെ പാടാണ് നമ്മൾ പെടുന്നത് അല്ലേ? എന്തൊക്കെ പ്രയാസമാണ്. ഈ പ്രായം ചെന്നവരും ആഗ്രഹിക്കുന്നു അല്ലേ, ആ പഴയതുപോലെയുള്ള ശക്തിയും, ഓടാനും ചാടാനും വരാനും. ഇപ്പൊ ഒന്നിനും വയ്യ എന്ന് പറയുന്നില്ലേ? ഇതിനെല്ലാം ഒരു പരിഹാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയുസ് നിശ്ചയിച്ച, നമ്മുടെ ജീവിതത്തിന് ഘട്ടങ്ങൾ നിശ്ചയിച്ച അള്ളാഹുവാണ് പറയുന്നത്. വിളിച്ചു പറഞ്ഞോളൂ, എന്താണ്? ഇനി നിങ്ങൾ ഒരിക്കലും വാർദ്ധക്യമുള്ളവരാവുകയില്ല, യുവത്വമുള്ളവരായിരിക്കും. എന്നും യുവത്വത്തിലായിരിക്കും നിങ്ങൾ സ്വർഗത്തിൽ പറയുക. ഇനി പറയുന്നത്, നിങ്ങളെന്നും സുഖത്തിലായിരിക്കും. ഫലാ തൈഅസു അബദ, നിങ്ങൾക്ക് ഇനി ക്ലേശമുണ്ടാവുകയില്ല, ഇനി ഒരുവിധ പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല. ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കഷ്ടപ്പെടുന്നു. ഇവിടെ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നു. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അള്ളാഹ് നിശ്ചയിച്ചതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അവസ്ഥകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഇവിടെ പലതരത്തിൽ അള്ളാഹുവിന്റെ ഒരു നിശ്ചയമാണ് മനുഷ്യരെ അങ്ങനെ പല തരത്തിലാക്കി, പല വിഭാഗങ്ങളാക്കി തിരിച്ചത്. ചിലർക്ക് കൊടുത്തു, അള്ളാഹു കൂടുതൽ കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല. എല്ലാവരും ഇവിടെ സമ്പന്നന്മാരായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? എല്ലാവരും സമ്പന്നന്മാർ. എന്നാൽ ഇവിടെ വല്ലതും നടക്കുവോ? ആരെങ്കിലും നമ്മൾ ഓട്ടോറിക്ഷ ഓടാൻ വരുവോ? ആരെങ്കിലും നമ്മളെ ബസ്സിന് കൊണ്ടുപോകുവോ? ആരെങ്കിലും നമ്മളെ കാറിൽ കൊണ്ടുപോകുവോ? ആഹാരം അവര് ചെയ്തു തരുമോ?
ഭക്ഷണം കൃഷി ചെയ്യുവോ? ആരെങ്കിലും കൃഷി ചെയ്യുവോ? സമ്പത്തല്ലേ. അപ്പൊ ഇതൊക്കെ അള്ളാന്റെ തീരുമാനവും നിശ്ചയവുമാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം നാളെ പരലോകത്ത്. അവിടെ അധ്വാനമൊന്നുമില്ല, അവിടെ പിന്നെ മടുപ്പില്ല, ഒരേ ആഹാരവുമല്ല, ഓരോ ദിവസവും പുതിയത് പുതിയത് പുതിയത്. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഇതെല്ലാം മടുത്തു പോത്തില്ലേ, ഇതെല്ലാം കുറെ ആകും മടുക്കൂലേ എന്നൊക്കെ നമ്മളൊക്കെ ചിലപ്പം നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ടൊക്കെ ചിന്തിച്ചു പോയേക്കാം. പക്ഷെ അങ്ങനെയല്ല. അവിടെ ആരും പിന്നെ കൊതിക്കുകയില്ല പുറത്തു പോകാൻ. ഇനി ഇത് മതി എന്ന് പറയും, ഇത് മതി റബ്ബേ എന്ന് പറയും. എത്ര വലിയ അനുഗ്രഹം. അള്ളാഹ് ചോദിക്കും അവരോട്, ഇനി വല്ലതും വേണോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അള്ളാഹ്. അപ്പോൾ പറയും റബ്ബേ ഇത് തന്നെ ധാരാളം ഞങ്ങൾക്ക് എന്ന് പറയും എന്നാണ്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരിക. അതേപോലെ സ്വർഗത്തിൽ പദവികളുണ്ട്. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ ആക്കുകയില്ല, എല്ലാവരും ഒരുപോലെ ആക്കുകയില്ല. അവരവരുടെ ആ ത്യാഗത്തിൻ്റെ വിലകൾക്കനുസരിച്ചാണ് അല്ലാഹു അവിടെ ദറജകൾ ഏറ്റി കൊടുക്കുന്നത്. കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ പ്രതിഫലം, കുറഞ്ഞ് കഷ്ടപ്പെട്ടവർക്ക് കുറഞ്ഞ പ്രതിഫലം. എന്നാലും ആ സ്വർഗത്തിൽ ഒന്ന് കാലുകുത്താൻ ഇടം കിട്ടിയാൽ മൗദിഉ സൗത്തിൻ ഫിൽ ജന്നത്തി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാൻ കിട്ടുന്ന സ്ഥലം, അത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിലെ എല്ലാത്തിനേക്കാളും അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്നാണ്. അത് നിനക്ക് ദുനിയാവ് കിട്ടുന്നതിനേക്കാൾ വലിയ ഖൈറായിരിക്കുമെന്നാണ്. ഒരു ചെറിയ ചാട്ടവാർ വെക്കുന്ന സ്വർഗത്തിലെ ഒരു ഇഞ്ച് സ്ഥലം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദർജകൾ പദവികളിൽ ഉയരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വർഗം അങ്ങനെ ഉയർന്നു നിൽക്കിയാൽ, മേലോട്ട് ഉയർന്നു നിൽക്കിയാൽ, നരകം താഴോട്ട് ആണ്. നരകം താഴോട്ടാണ്. അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് കൂടുതൽ ശിക്ഷകൾ. എന്നാൽ സ്വർഗം മുകളിലോട്ട് ചെല്ലും തോറും അതിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമെന്ന് പറയുന്നത് നമുക്കറിയാം. ഏതാണ്? സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം ജന്നാത്തുൽ ഫിർദൗസാണ്. ഏറ്റവും ഉന്നതമായ സ്ഥലം, ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ കാണാം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. നമ്മൾ ഇന്ന് ഓതിയതാണ്, വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലുള്ളതാണ്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, കാനത്തു ലഹും, അവർക്കുള്ളതാകുന്നു ജന്നാത്തുൽ ഫിർദൗസ്, അവർക്കുള്ളതാകും ജന്നാത്തുൽ ഫിർദൗസി നുസുല, സൽക്കാരം, അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു ജന്നാത്തുൽ ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ, ഫൈദാ സഅൽതുമുല്ലാഹു, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ, ഫസലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസിനെ ചോദിച്ചു കൊള്ളുക. ഫഇന്നഹു ഔസതുൽ ജന്ന വഅഇലൽ ജന്ന, അത് സ്വർഗത്തിന്റെ മധ്യഭാഗത്താണുള്ളത്. സ്വർഗം ഇങ്ങനെ ഉയർന്നിങ്ങനെ പോകുമ്പോൾ അതിന്റെ ഏറ്റവും മധ്യഭാഗത്താണ് ഫിർദൗസ്. വജന്നത്തുൽ അഅല, അതാണ് ഉന്നതമായ സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലമാകുന്നു ഫിർദൗസ് എന്ന് പറയുന്നു. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മേലെയാണ് അല്ലാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. ഈ ജന്നാത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ ആ അർശ് സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകുന്നത്, ഈ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ സ്വർഗം എന്ന് പറയുന്നത്, ആ സ്വർഗപ്രവേശനം നേടിയെടുക്കാനായിരിക്കണം നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അത് സത്യമാണ്.
ഇത് കെട്ടുകഥയല്ല, ഇത് വെറുതെ ഒരു മോഹിപ്പിക്കലല്ല, ഇത് മോഹം ജനിപ്പിച്ച് നമ്മളെ കുറെ ത്യാഗം, പിന്നെ ഈ ചൂഷകന്മാർക്ക്, അങ്ങനെയൊക്കെയാണ് വിവരിക്കുന്നത്. ഇത് ചൂഷകന്മാർക്ക് അവരുടെ ചൂഷണം തുടരാനുള്ള മാർഗമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ സ്വർഗമൊക്കെ പറഞ്ഞിട്ട് സ്വർഗമൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, സത്യമാണത്. സ്വർഗം സത്യമാണ്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഉസീക്കും സാനിയം ബി തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ആ സ്വർഗത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക? നമുക്കങ്ങ് മരിച്ചു ചെല്ലുമ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിൽ, സൊസൈറ്റിയിൽ ജനിച്ചതുകൊണ്ട് നമ്മളെ അവിടെ പ്രത്യേകമായി അങ്ങ് കയറ്റിവിടും എന്നാണോ നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത്? അങ്ങനെയാണോ? അല്ല. അതിന് കൃത്യമായ ഉപാധികളും നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അല്ലാഹു. കൃത്യമായ ഉപാധികളുണ്ട് സ്വർഗപ്രവേശനത്തിന്. അതിലൊന്ന് വിശ്വാസം, രണ്ട് അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ. നമ്മൾ നേരത്തെ ഓതിയ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. മറ്റൊരായത്ത് വബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറയുന്ന അവിടെയൊക്കെ വിശ്വാസം, ഈമാനും അതേപോലെ അമലുസ് സ്വാലിഹാത്തുമാണ് പറയുന്നത്. വിശ്വാസം അത് ശരിയായ വിധത്തിലല്ലെങ്കിൽ സ്വർഗപ്രവേശനം തടയപ്പെടും, സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അള്ളാഹു സ്വർഗവും നരകവും വിധിക്കുക. ശരിയായ ഈമാനുള്ളവരല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഈമാൻ അത് കൃത്യമായിട്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ളതായിരിക്കണം വിശ്വാസം എന്ന്. നമുക്കറിയാം, ഈ സമയത്ത് നമ്മൾ ഒരു വലിയ പാട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു വലിയ പാട്ട് നമ്മൾ കേട്ടു, ഞെട്ടിപ്പോകുന്ന പാട്ടാണ്. എന്താണ്? പടച്ചവൻ CM ആണ് പടച്ചവനെന്ന്, മടവൂരാണ് പടച്ചവൻ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരാളെ പുകഴ്ത്തി 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 ഇപ്പോൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് അള്ളാന്റെ സ്ഥാനത്താണ്. അള്ളായാണെന്ന് CM മടവൂർ. ഇങ്ങനെയുള്ള വിശ്വാസം വെച്ച് മരണപ്പെട്ടു പോയാൽ ഉറപ്പാണ് അവർക്ക് സ്വർഗം തടയപ്പെടും, അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല. എന്താണ് അള്ളാഹു പറയും? ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്താണ് ഇത് പറയുന്നത്. ഈസാ നബി എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണമെന്നല്ലേ. പക്ഷേ ഇവർ പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അള്ളാഹു ആകുന്നു മസീഹ് ഇബ്നു മറിയം എന്ന് പിൽക്കാലത്ത് വന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചു. അള്ളയാണ് ആര്? മസീഹ് ഇബ്നു മറിയം അള്ളയാണെന്ന് പറഞ്ഞു. നോക്കുക സഹോദരങ്ങളെ, ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത് ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ യാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലരെ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കും. റബ്ബി വ റബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹിനെ നിങ്ങൾ ആരാധിക്കും എന്നാണ് ഈസാ നബി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഇതുപോലെ CM മടവൂരാണ് അള്ളാഹു എന്ന് പറയുന്ന അങ്ങനെയുള്ള ജാറങ്ങൾ തോറും കയറിയിറങ്ങി അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന മുസ്ലിം സമൂഹമേ, നിന്റെ സ്വർഗത്തിന്റെ കാര്യം നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോയി, ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ നമുക്ക് തടയപ്പെടും.
ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാനിനെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം എന്താണെന്ന്. ആ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് എങ്ങനെയാണ് വിശ്വാസം എന്ന് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവിടെ വേറെ ഇടയാളന്മാരെ ഇല്ല. ഇസ്ലാമിൽ ഇടയാളം സങ്കല്പം ഇല്ല. ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. എത്ര ആയത്തുകളിലാണ് അള്ളാഹു പറയുന്നത്, എന്താണ്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണെന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ അവരോട്. എന്റെ അടിയാന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ, വൈദാ സഅലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണെന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ. ഏറ്റവും അടുത്തവനാണ് റബ്ബ്. അവിടെ ഇടയാളം സങ്കല്പമില്ല ഇസ്ലാമിൽ. ഒരു മധ്യവർത്തിയില്ല. ഇന്ന ആളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് റബ്ബേ എന്ന് പറയാനില്ല. ഖുർആനിൽ ഒരു പ്രാർത്ഥന പോലും അങ്ങനെ കാണുകയില്ല. ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രവാചകനോ ഒരു വിശ്വാസിയോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ ഇന്ന ആളുടെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് അല്ല. അവിടെ ഒക്കെയുള്ള പ്രാർത്ഥന ഒന്നെങ്കിൽ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന. ഇതല്ലാതെ വേറൊരു പ്രാർത്ഥന ഖുർആനിൽ കാണുക സാധ്യമല്ല. അപ്പൊ ഈ തരത്തിൽ പിഴച്ചു പോയാൽ, ഇടയാളന്മാരെ നിർത്തി ഇടയാള സങ്കല്പത്തിൽ മഹാന്മാരാണ്, മശായിഖന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉയർത്തി 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 റബ്ബിന്റെ സ്ഥാനത്തിലേക്ക് ഉയർത്തുന്ന ഈ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ മരിച്ചു പോകുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ഉറപ്പാണ് നമുക്ക് നരകം, ഉറപ്പാണ് സ്വർഗം നമുക്ക് നിഷിദ്ധമാക്കപ്പെടും, ഹറാമാക്കപ്പെടും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ വിധത്തിൽ ഈമാനും അതേപോലെ തന്നെ അമൽ സ്വാലിഹാത്തും പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി, അതേപോലെ തന്നെ ഈ ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ ഒരുപാട് ആളുകൾ, നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ പള്ളിയുമായിട്ട് സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അതുമായിട്ട് സഹകരിക്കുകയുണ്ടായി. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി. അള്ളാഹു ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവികൾ നൽകി. അള്ളാഹു അവരെ സ്വീകരിക്കുമാറാവട്ടെ. ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, അവർക്കും എല്ലാവർക്കും അള്ളാഹു അവർക്ക് ആഫിയത്തും അവരുടെ കച്ചവടത്തിലും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലും എല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين